ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ദേവദൂതൻ വീണ്ടും റിലീസിന് ഒരുങ്ങുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ട വെയിറ്റിംഗ് ആണ്, ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം വേറെ ഒന്നല്ല, എനിക്ക് ആ പാട്ടുകള് തിയേറ്ററിൽ കേൾക്കണം. പ്രത്യേകിച്ച് എന്തൊരു മഹാനുഭാവല് 4K മികവോട് കൂടി ഈ പടത്തിന് ഒരുപാട് മ്യൂസിക്കൽ എക്സ്പെരിമെന്റ് ചെയ്തൊരു മൂവി ആട്ടോ. ഒരു വർഷം മലയാള സിനിമയിൽ ഇത്രയും മ്യൂസിക്കൽ എക്സ്പെരിമെന്റ് ചെയ്തൊരു മൂവി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ സിബി മലയുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 42 വർഷത്തെ കാത്തിരിപ്പാണ് ഈ പടം. അതിന് വേണ്ടിയിട്ട് പല രീതിയിൽ അവര് കുറെ സമയം സ്പെൻഡ് ചെയ്ത് ആലോചിച്ച് ഇരുന്ന് വീട് മാറി വർഷങ്ങളോളം അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടാണ് ഈ പടം വരുന്നത്. പക്ഷേ ഈ തിയേറ്ററിൽ പരാജയം മാനസികമായിട്ട് ഭയങ്കര വിഷമം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത്രയധികം എഫേർട്ടാണ് ഈ പടത്തിന് എടുത്തുള്ളത്. അപ്പൊ ഇതിലെ കഥ രഘുനാഥ് പാലേരി അന്നത്തെ കാലത്ത് 2000 കാലഘട്ടങ്ങളിൽ ചിന്തിച്ചെഴുതിയ ഒന്നും പറയാനില്ല. പക്ഷെ പടം ഞാൻ 10th പഠിക്കുന്ന സമയത്ത് 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല പടം. പക്ഷെ ഇതിലെ പാട്ടുകളൊക്കെ നമ്മൾ പാടി കടന്നുള്ള പാട്ടുകളാണ്. അതുപോലെ സിയാദ് കോക്കേഴ്സ് ഫിലിം, അവരൊക്കെയാണ് വലിയൊരു എഫേർട്ട് ഇട്ട ആളുകളാണ്. വിദ്യാസാഗർ സാറ് ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ഇവരൊരു നടിയെ, ജയപ്രഭ ആയിരുന്നില്ല ഇവർ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു നടിയെ അന്വേഷിച്ച് ബോംബെക്ക് പോകുന്ന സമയത്താണ് വിദ്യാസാഗർ വരുന്നത്. അപ്പോൾ അവർ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവര് സാധനങ്ങൾ പാക്ക് ചെയ്ത് വരുന്നതിനുള്ളിൽ അവിടെ ഒരു പാട്ടുണ്ടാക്കി. അത്രയും കഴിവുള്ള ഒരാളാണ് വിദ്യാസാഗർ. അതിന് മനസ്സിലായി. വിദ്യാസാഗർ നമുക്കറിയാം, തമിഴ് മൂവീസിലെ പാട്ടായാലും ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അതിൽ ഫീല് ഇതിലെ ഓരോ പാട്ടുകൾ എന്തൊരു മഹാനും അവലു, കരളെ നീ കൈപിടിച്ചാൽ, പൂവേ പൂവേ പാലപ്പൂവേ, 6-7 പാട്ടുണ്ട്. പിന്നെ ഇതിൽ BGM, മ്യൂസിക്കൽ ടീം ശരിക്ക് ഈവൻ ടെലിവിഷനിൽ വരെ കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഇതില്, അത്. പിന്നെ വിശാൽ കൃഷ്ണമൂർത്തിയുടെ അഴിഞ്ഞാട്ടോ. ലാലേട്ടൻ എന്നൊരു ആളൊരു ശരിക്കും മ്യൂസീഷ്യനാണ്, ഡബിങ് ആർട്ടിസ്റ്റ് തന്നെയാണെന്ന് തോന്നി പടം കണ്ടു കഴിഞ്ഞു. ആ രീതിയിൽ പിന്നെ കൈതപ്പുറം നമ്പൂതിരി, ഇത് ടീം. ഇതിലെ ക്യാമറ ഗംഭീര സംഭവമാട്ടോ. അതിൽ ഓരോരോ ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റൽ ചെയ്തിട്ടുള്ള സംഭവമാണ്. ക്യാമറ, VFS, ടെക്നിക്കലൊക്കെ ഭയങ്കരമായിട്ട് സംഭവം ചെയ്തിട്ടുള്ളൂ. നല്ലൊരു ബിഗ് ബഡ്ജറ്റിലാണ് ഈ പടം ഒരുങ്ങിയത്. ഇപ്പൊ രഘുനാഥ് പാലേരിക്കൊക്കെ ആ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രൊഡ്യൂസർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇവർ കാലങ്ങളുടെ ഒരു എഫേർട്ടാണ്. 42 വർഷത്തിന്റെ ഒരു പിറകിൽ കഥയുണ്ട് സിബി മലയിന്റെ ഒക്കെ. അത്ര എഫേർട്ട് ഇട്ട് ആളെന്നെ പറയണ്ടേ, കരിയറിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട ഒരു പടമാണ് എന്ന് പറയുന്നത്. ഈ പടം പരാജയപ്പെട്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടുള്ള സംഭവം കൂടെയായിരുന്നു. ഈ പടത്തിലെ പെർഫോമൻസുകൾ കാലം തെറ്റി ഇറങ്ങിയ പടം തന്നെയാണ്, യാതൊരു സംശയവും ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ. കാരണം നമ്മുടെയൊക്കെ ജനറേഷനിന് മുമ്പ് ഈ പടം 2000-ന് ശേഷം ഇറങ്ങിയവർ വരെ ഈ പടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അതിൽ പാട്ടുകൾ പാടി നടക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ മകനൊക്കെ പാടി നടക്കുന്നത് എന്തൊരു മഹാനുഭാവൻ എന്നുള്ള പാട്ട്. അവന് ഏകദേശം 8-9 വയസ്സാവുന്നുള്ളൂ. അപ്പൊ ആ പാട്ടുകളൊക്കെ ഇപ്പൊ TV നമ്മൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ പാട്ട് എടുത്ത് വെക്കും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഈ പാട്ടിട്ട് എന്തൊരു മഹാനുഭാവലും എന്നുള്ളത് നമുക്കറിയാം. എല്ലാവരും സാധനമാണ് ആ ഫീല് കൊണ്ടുവരിടാറ്. അത് ഗംഭീര പടം. മോഹൻലാലിസ് മ്യൂസിക് കമ്പോസർ, അതുപോലെ തന്നെ എഡിറ്ററൊക്കെ ആയിട്ട് ഒരാളാണ്. ഒരു കോളേജിൽ വരുന്ന വിശാൽ കൃഷ്ണമൂർത്തി. അതുപോലെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, എന്നെ അറിയാത്ത ഒന്നുമില്ല ഈ കോളേജിൽ നിന്ന്. അത്രയും ടച്ചിങ് ആയിട്ടുള്ള കുറെ സീനുകൾ. BGM കടന്നു പോകുന്നൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ ഭയങ്കര ഫീല് തരുന്നതാണ് ഓരോ ഭാഗങ്ങളിലും. നിങ്ങളുടെയൊക്കെ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്നൊക്കെ പറയുന്നു. ലാലേട്ടൻ്റെ പെർഫോമൻസ് സ്വസം പറയാനില്ല. പിന്നെ ജയപ്രഭ, മുരളി, ആഞ്ചലീന, വിനീത് കുമാർ, മഹേശ്വർ, വിജയലക്ഷ്മി, ജഗദീഷ്, പ്രിൻസിപ്പാളായിട്ട് ജനാർദ്ദനൻ. നല്ല കാസ്റ്റിംഗ് ആണ്. ലേന, എല്ലാവരും. പിന്നെ ഇതിൽ സ്റ്റണ്ട് ഭയങ്കര രസമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. സ്റ്റണ്ട് അവർ നായകൾ ഓടി വരുന്ന സീനുകളൊക്കെ ഉണ്ടല്ലോ. ഇതില് പടത്തില് ഈ സാധനം 2.5 മണിക്കൂറിൽ ഒന്നും കളയാനില്ല. അത്രയും രസമായിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. അന്ന് എന്തുകൊണ്ട് ഈ പടം വിജയിച്ചില്ല എന്ന് ഇവർക്ക് ഭയങ്കര കഴിഞ്ഞാൽ കാലഘട്ടം അങ്ങനെയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഒരു എക്സ്പെരിമെന്റൽ മൂവി പോലെ അന്ന് ഇറക്കി അംഗീകരിക്കുന്ന ഉള്ളൊരു കാലഘട്ടം ആയിരിക്കില്ല ചിലപ്പോൾ. പിന്നെ ആ സമയത്ത് വന്ന മറ്റു പടങ്ങളും ഒക്കെ അതിന് ചിലപ്പോൾ കർഷകരുള്ള ഏറ്റെടുക്കാൻ തയ്യാറുണ്ടാവില്ല. പിന്നെ പണ്ടത്തെ കാലത്ത് വെച്ച് മൗത്ത് പബ്ലിസിറ്റിയിലൊക്കെയാണ് പടങ്ങൾ കണ്ടു തുടങ്ങുക. അപ്പോൾ എനിക്ക് പടം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ 1-2 പടം കണ്ടാവുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, അതൊക്കെ ഉണ്ട്. ഇത് തിയേറ്ററിൽ എനിക്ക് കാണാൻ ആഗ്രഹിച്ച മൂവിയാണ്. ഞാൻ തിയേറ്ററിൽ ഇറങ്ങുമെന്ന് കാത്തിരിക്കുകയാണ്. ഏറ്റവും നല്ല തിയേറ്ററിൽ നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കും. എനിക്കിത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയും കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ഇതിലെ പാട്ടുകൾ എല്ലാം എന്തൊരു മഹാനുഭാവലു എന്നൊക്കെ കാണാം. 1-2 പ്രാവശ്യം ഞാൻ ചിലപ്പോൾ ഈ പടം കണ്ടുവന്നിരിക്കും. ഇത് ഫാമിലി ആയിട്ട് പോകും, ഉറപ്പാണ്. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് മൂവി. ലാലേട്ടൻ്റെ അഭിനയത്തിലെ ഒരു ഗംഭീര സംഭവം തന്നെയാണ്. ഏകദേശം ലുക്ക് കാര്യങ്ങളൊക്കെ അറിയില്ലേ എല്ലാവരും. 2000 എന്ന് പറഞ്ഞ് 24 വർഷം മുമ്പ്
ഇന്ന് പലരും ഇല്ല. പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക്കൽ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര്, 1-2 പേരൊന്നും ഇല്ല. അവരൊക്കെ എഫേർട്ട് പറഞ്ഞിരുന്നു സിബിമലയിൽ. ഇപ്പൊ ഈ പടം 4K വരുന്ന സമയത്ത്, സാങ്കേതിക ദൃശ്യമികവിലൊക്കെ വരുന്ന സമയത്ത്, മ്യൂസിക്കലി അത്രയും ട്രീറ്റ്മെന്റിൽ വരുന്ന സമയത്ത് ഇതിന് പിന്നെ ഒരുപാട് എഫേർട്ട് ഇട്ട ആളുകളുടെ പേരൊക്കെ ആൾ പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോഴും ഇതിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട്. അവർക്കൊക്കെ ഒരു നല്ല നന്ദി പറഞ്ഞിട്ടാണ് ആളത് പിന്നെ പറയുന്ന അഭിമുഖത്തിൽ പറയുന്നത്. ലാലേട്ടൻ, മുരളി ഇല്ല ഇപ്പൊ, മുരളി സാർ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അവർക്കൊക്കെ കൂടിയിട്ട് അവർക്കൊക്കെ വേണ്ടി അവർ കാണാനും വീണ്ടും അവരെ കുറിച്ച് ഒരു അഭിനയ പെർഫോമൻസുകൾ കാണേണ്ട അവസരം കൂടി തന്നെയാണ്. എന്തായാലും പലരും ഇല്ല കേട്ടോ, മുരളി മാത്രം പലരും ഇല്ല. പടമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരില്ലെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ദേവദൂതൻ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ച മൂവികളിൽ ഒന്നാണ്. എന്തായാലും കണ്ടിട്ട് ഞാൻ എക്സ്പീരിയൻസ്, കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കരളെ നീ കൈപ്പിടിച്ചാൽ കടലോളം വെണ്ണ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്.